പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാനേ എൻ്റെ ഒരു ചെറിയൊരു ഉടായ്പ കാണിച്ചു തരാവേ. ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ട് ഇവിടെ ഉണ്ടായിരുന്നു, ഈ വൈറ്റ് പോട്ട്. അപ്പോൾ അതിനകത്തോട്ട് എനിക്ക് വേറെ ചെടി വെക്കാനും ഉണ്ട്, എന്നാൽ പിന്നെ കാലിയായിട്ടിരിക്കുമ്പോൾ അതൊരു ബോറിങ്ങും അല്ലേ. അപ്പം ഞാനെന്ത് ചെയ്തു, ഓൾറെഡി ചട്ടിയിൽ വെച്ചിരുന്നൊരു ചെടി ആ ചട്ടിയോടെ എടുത്ത് അതിനകത്തോട്ട് വെച്ചു. അപ്പോൾ പിന്നെ ചട്ടിയും കാലിയായിട്ട് ഇരിക്കില്ല, നമ്മൾ ഇരിക്കുന്ന പ്ലാന്റ് കാണാനും ഒരു ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു വൈറ്റ് പോട്ടിലോട്ട് വേറെ എന്തെങ്കിലും വെക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ആ ചട്ടി അപ്പാടെ എടുത്ത് അങ്ങ് മാറ്റിയാൽ മതിയല്ലോ. മറ്റേ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ മണ്ണ് മാറ്റണം, അത് കഴുകാൻ പോകണം, വൃത്തിയാക്കണം, അച്ചിരി മെനക്കേടാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആ വൈറ്റ് പോട്ടിലോട് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി എന്ന് പറയുന്നത് നമ്മുടെ ചൈന ഡോളാണ്. ചൈന ഡോളിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എന്നെ സ്ഥിരം വാച്ച് ചെയ്യുന്നവർക്കറിയാം. കാരണം ഒരു ചൈന ഡോൾ നമ്മൾ പുറത്തുനിന്ന് നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെച്ചു ഒത്തിരി നാളതങ്ങനെ നിന്ന് ഒരു 1 ഇയറൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ വളർന്നൊക്കെ വന്നു. പിന്നെ അതിനകത്ത് കുറേ പൂപ്പലും കാര്യങ്ങളുമൊക്കെ കയറി, ഫംഗസ് കയറി, നമ്മുടെ വെള്ളീച്ച എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഴുത്ത ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, നമ്മുടെ ഫംഗിസൈഡൊക്കെ കുറേ അടിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ അടിച്ചു കൊടുത്തു നോക്കിയിട്ടൊന്നും അത് ശരിയാവുന്നില്ല, ഒരു ഹെൽത്തി ആയിട്ട് തന്നെ ഒരു ഭംഗി കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ആ ചട്ടി എന്താ പറയുക, അതിൻ്റെ പോട്ടൊക്കെ മാറ്റി മണ്ണൊക്കെ മാറ്റി ഒക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ കുറച്ചൊന്ന് ഉഷാറായി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, റെഡിയായെന്ന്. പക്ഷേ അത് വീണ്ടും ഇതേ അവസ്ഥയിലോട്ട് വന്നു. അതായത് വെള്ളീച്ചയുടെ പ്രശ്നം, മൊത്തത്തിലൊരു പൂപ്പൽ പോലെ, ഇലകൾക്കൊന്നൊരു ഭംഗിയിൽ ഒരു ഇങ്ങനെ കുരുടിച്ചൊക്കെ പോകുന്ന പോലത്തെ ഒരു അവസ്ഥ. അവസാനം ഞാൻ വിചാരിച്ചു ഇത് ഇനി ഒരു രക്ഷയില്ല, രണ്ടും കൽപ്പിച്ച് അങ്ങ് വെട്ടി നശിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. അതായത് അതിൻ്റെ ചുവടിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് ആ തണ്ട് കൂട്ടി മൊത്തം അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബ്രാഞ്ചസൊക്കെ കുറച്ച് മൂത്ത ബ്രാഞ്ചസൊക്കെ ഞാൻ വേറെ പിടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പിടിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മൊത്തം വെട്ടിയെത്തേന്ന് ഇത് പിന്നെ രണ്ടാമത് മുളച്ചിങ് വന്നപ്പം നല്ല ഉഷാറായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടിയതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് വന്നു കേട്ടോ. ഇപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ മുളച്ച് സെറ്റായി വന്നപ്പം ഞാൻ അതിനെ പോട്ടിലോട്ട് മാറ്റാൻ വേണ്ടി വെച്ചു. ഒരു കവറിനകത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചട്ടിയിലോട്ട് വെച്ചു. അതിനകത്ത് കുറച്ച് മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനിടയ്ക്ക് 2 ചാമ്പങ്ങ കിട്ടി. അത് തിന്നുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് കാലം കൂടിയാണ് കേട്ടോ എനിക്ക് ചാമ്പയ്ക്ക കിട്ടിയത്. അല്ല, ഈ കാണുന്ന ചാമ്പയ്ക്കല്ല, ഇത് നമ്മുടെ പീനട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചാമ്പങ്ങയുടെ കാര്യം പറഞ്ഞത് ഒരുപാട് കാലം കൂടി കിട്ടിയോണ്ട് ഭയങ്കര ഒരു ഇഷ്ടത്തോടെ ഞാനത് കഴിച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പീനട്ടാണ്. ഇപ്പോഴും അത്യാവശ്യം നിറച്ച് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലം തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. മെയ് ലാസ്റ്റോട് കൂടി അതിന് കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും മഴക്കാലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു ഈ വർഷവും. അതുകൊണ്ട് മഴയൊക്കെ പിടിച്ചുകൊണ്ട് കിളികൾ അങ്ങനെ അങ്ങ് വരുന്നില്ല. അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാലോട്ടിടാൻ തോന്നും. പക്ഷേ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ഇതിനോടൊരു ഇഷ്ടം തോന്നാറുള്ളൂ. ഞാൻ കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കും, നല്ലൊരു പഴുത്താണ് കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ വേറൊരു ചവർപ്പ് ചുവയൊക്കെ നമുക്ക് തോന്നും. ഇത് ഞാൻ പല പ്രാവശ്യം വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ ഞാൻ വീണ്ടും കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചൈന ഡോളൊക്കെ സെറ്റാക്കി. അപ്പോൾ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് പൊക്കത്തിൽ സ്റ്റെപ്പിലോട്ട് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോണയ്ക്കൊരു പരിപാടിയുണ്ട്. എന്തെങ്കിലും ഒരു ചേഞ്ച് തോന്നിക്കഴിഞ്ഞാൽ, സ്ഥിരം ചെടി ഇരിക്കുന്നോടത്തിരുന്നാൽ വലിയ കുഴപ്പമില്ല, അതൊന്ന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനും തോന്നും എന്തോ ഒരു കുഴപ്പം ഇവിടെ ഉണ്ടല്ലോ, എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തയിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുകൊണ്ടോ ഈ ഒരു ടർട്ടിൽ വൈന് നമ്മുടെ ഹാങ്ങിങ് പോട്ടിൽ ഇരുന്നായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാം നേരം വെളുത്തപ്പോൾ കടിച്ച് പറിച്ച് നിലത്തിട്ടിരിക്കുന്നു. പോട്ടിട്ട് നോക്കിയിട്ട് കാണുവാനും ഇല്ല. ഞാൻ വിചാരിച്ചു ദൈവം ഇനി അത് തിന്നോ. ഞാൻ ആ പരിസരം എല്ലാം അരിച്ച് പെറുക്കി നോക്കിയിട്ട് സംഭവം കണ്ടില്ല കേട്ടോ. എന്തായാലും ഞാനത് ഈ ഒരു ചട്ടി കാലിയായിട്ടിരുന്നപ്പോൾ ചുമ്മാ തന്നെ മുകളിലെടുത്തിട്ടിരുന്നായിരുന്നു. കാരണം നമുക്ക് ഒരു ചെടി എന്ന് പറയുമ്പോൾ ഒരു വേറെ ഇല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ആ ചെടി നഷ്ടപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് കിളുത്ത് എവിടെയെങ്കിലും കിടന്നാൽ നമുക്ക് ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും നന്നായിട്ട് വെക്കണം തോന്നുവാണെങ്കിൽ അന്നേരം എടുത്ത് നടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ വെക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ടർട്ടിൽ വൈൻ നടാനാണോ ഈ ചകിരിയൊക്കെ പെറുക്കിയിടുന്നതെന്ന്. ചകിരി പെറുക്കിയിടുന്നത് അതിന് വേണ്ടിയിട്ടല്ല. എൻ്റെ കയ്യിലൊരു ഓർക്കിഡ് ഉണ്ടായിരുന്നു. ഓർക്കിഡ് ഞാൻ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ഓർക്കിഡ് ഉണ്ട്. അതായത് വയലറ്റ് മാത്രമാണ്, അതായത് നമ്മുടെ നാടൻ. ഇപ്പോഴത്തെ ഒരു മൾട്ടി കളർ ഓർക്കിഡുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ അതൊക്കെ നട്ടുപിടിപ്പിക്കും എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പഴയൊരു മോഡൽ ആ ഒരു വയലറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വയലറ്റിൻ്റെ കൂടെ അതേപോലെ തന്നെ ഒരു വൈറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു വയലറ്റും വൈറ്റും ഒക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വൈറ്റും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ വേരൊക്കെ പിടിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കവറിൽ
ഞാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം അത് പൊട്ടിക്കിളുത്തൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ ഒരു പോട്ടിലോട്ട് മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർക്കിഡൊക്കെ നടുന്നത് അങ്ങനെയുള്ള മറ്റേ നമ്മുടെ കരിക്കട്ടയും ഒക്കെ ഇട്ടിട്ട് ചകിരിയൊക്കെ ഇട്ടിട്ടാണല്ലോ നടുക. അപ്പോൾ കരിക്കട്ടയൊന്നുമില്ല, തൽക്കാലം ചകിരിയൊക്കെ വെച്ചിട്ട് ഞാനങ്ങ് നടുകയാണ്. മണ്ണ് വളരെ കുറച്ചാണ്, കാരണം അതിൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ ബൾബുകൾ ഇങ്ങനെ കയറി വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കട്ടയോടെ മണ്ണിട്ട് കഴിഞ്ഞാൽ കയറി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചകിരി ഒക്കെ ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ചകിരിയും മണലും ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അത്യാവശ്യം ഇച്ചിരി വളം കൂടെ ചാണകപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഇതങ്ങ് നട്ടു കൊടുക്കുവാണേ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു ആന്തൂറിയം കൂടെ ഉണ്ട്. അതും എൻ്റെ കയ്യിൽ ഒറ്റ പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു സിമൻറ്റ് ചട്ടിയിലോട്ട് മാറ്റണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓർക്കിഡ്, ആന്തൂറിയം അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല മഴയത്ത് വെയിലത്ത് എന്നൊന്നും. അപ്പോൾ ഒരുപാട് വെയിലില്ലാത്തൊരു രീതിയിൽ നമുക്ക് പുറത്ത് വെക്കുന്നിടത്ത് തന്നെ വെക്കാമല്ലോ. അപ്പോൾ ഈ സിമൻറ്റ് ചട്ടി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് വെയിറ്റ് അധികം ഉള്ളതുകൊണ്ട് എനിക്ക് എടുത്തോണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കിളുക്കുന്ന ചെടികളാകുമ്പോൾ കുഴപ്പമില്ല, അതെടുത്തോണ്ട് നടക്കുമല്ലോ. മറ്റേ ബൊഗൈൻവില്ലയും പിന്നെ ഇലച്ചെടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ഏതൊരു അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു, ഒരു മണ്ണ് മാറ്റുന്നു, വളം മാറ്റി കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴും എടുത്തുകൊണ്ട് നടക്കാൻ പ്ലാസ്റ്റിക് ചട്ടിയാണല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എൻ്റെ കയ്യിൽ ഇന്നെന്താ പറയുകയെന്ന് അറിയത്തില്ല, മണി പ്ലാന്റ് എന്നാണ് തോന്നുന്നല്ലേ. മണി പ്ലാന്റിൻ്റെ ഒരു ഇനം തന്നെയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഞാൻ അതിൻ്റെ മണ്ണും വളമൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വളർന്ന് നിൽപ്പുണ്ട്. അതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിലവിൽ എൻ്റെ കയ്യിൽ പോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് അതേപോലെ ഇങ്ങനെ നിലത്ത് തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നിലത്ത് വെച്ചെന്ന് പറഞ്ഞാൽ വേറൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ചട്ടി കാലിയായിട്ടിരിക്കുന്നത് കാണണ്ടല്ലോ എന്ന് ചോദിച്ച് ചെടിയുള്ള ചട്ടി എടുത്തിട്ട് ഈ കാലിയായ ചട്ടിക്കകത്ത് ഇറക്കി വെക്കും ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പോട്ടിൽ നിന്ന് ആന്തൂറിയം പറിച്ച് ഈ സിമൻറ്റ് ചട്ടിക്കകത്തോട്ട് വെച്ചപ്പോൾ നമ്മുടെ മറ്റേ പോട്ട് ഫ്രീ ആയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ ഓൾറെഡി ചെടിയുള്ള ചട്ടി അതെടുത്തിട്ട് ഇതിനകത്തോട്ട് വയ്ക്കുക. അപ്പം മണി പ്ലാന്റ് ആദ്യം ഞാൻ വിചാരിച്ചത് ഈ നിലത്ത് വെച്ച ഒരു ഭംഗിയില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ ഇതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് ചെടി പറിച്ച് മാറ്റിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, മണി പ്ലാന്റ് എടുത്തിട്ട് ഇതിനകത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ച് ഹൈറ്റ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ചെടികളാകുമ്പോൾ ഇങ്ങനെ ഹൈറ്റിലിരിക്കുമ്പോൾ അല്ലേ ഭംഗി. അപ്പോൾ ഈ നിലത്ത് വെച്ചപ്പോൾ രസമില്ലായിരുന്നു. അപ്പോൾ ആ ചട്ടിയിലോട്ട് എടുത്ത് വെച്ചപ്പോൾ എനിക്ക് സമാധാനമായി കേട്ടോ. ഈ പെണ്ണ് ഇത് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ചെടികളോട് ഇഷ്ടമുള്ളവരും ചെടി നടുന്നവർക്കും ഒക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് കുറച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കളർ ചെടികളുടെ കട്ടിങ്സൊക്കെ ഞാൻ വേര് പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇനി വെയിലത്തോട്ട് ഇറക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് കളറ് കിട്ടുള്ളൂ, അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെയിലത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള വെയിലൊന്നുമില്ല, കാരണം മഴ തുടങ്ങിയ ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒന്ന് കയറ്റി ഇങ്ങോട്ട് വെച്ചു. പിന്നെ കുറച്ചൊരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വരുത്താനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു ചെടി ഇവിടെ ഇരിക്കുന്നതിലും ഭംഗി കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നതെന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ നീക്കി വെക്കും. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇത് ഇങ്ങോട്ട് തന്നെ വെച്ചേക്കാമെന്ന് വെച്ചാൽ പിന്നെയും തിരിച്ചു വയ്ക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കലാപരിപാടികൾ കേട്ടോ. ഇനിയിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പൂക്കളുടെ കാര്യങ്ങളൊക്കെ പോക്കാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇലച്ചെടികളൊക്കെയാണ് ശരണം. അപ്പോൾ ഞാൻ കുറച്ച് ഇലച്ചെടികളൊക്കെ കുറച്ചുകൂടെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം മഴക്കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാണാനുള്ള ഒരുപാട് പണിയെടുക്കാനും പറ്റില്ല, പണിയെടുക്കുന്നതിൻ്റേതായ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ കുറ്റിച്ച് നിർത്തേണ്ട ചെടികളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്ന ചെടികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി വളമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊട്ടിക്കിളിക്കും. അതുപോലെ അതേ കളർ ചെടികളാണെങ്കിൽ പോലും നമ്മൾ കുറച്ചൊരു ഹൈറ്റ് വയ്ക്കുമ്പോഴത്തേക്കും അതിനെ വെട്ടി വിടുകയാണെങ്കിൽ അത് ഉള്ളത് ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. മഴ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിക്കിളുത്ത് അത് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്നും നശിച്ചു പോവുകയില്ല. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ മഴക്കാലത്ത് വെക്കാൻ പറ്റിയ ചെടികൾ എന്ന് പറയുന്നത്. ഈ ബൊഗൈൻവില്ലയൊക്കെ ആണെങ്കിൽ തന്നെ കണ്ടോ, ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് പൂവാണ് കേട്ടോ. എനിക്കിത് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കളറും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി ഇതുമാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്താൻ തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടുകൾക്കൊന്നും തീരെ കട്ടിയില്ല കേട്ടോ, വളരെ നേരിയ കമ്പുകളാണ്. അതിങ്ങനെ താന്ന് കിടക്കും പൂവിൻ്റെ വെയിറ്റ് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് കട്ടിങ്സ് എടുത്ത് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഒരു 3-4 തൈ ഞാൻ ഈ ഒരു സീസണിൽ വാങ്ങിയൊരു ചെടിയാണ്. അതിൽ നിന്ന് തന്നെ 3-4
തൈകളും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പിടിച്ച് ഞാൻ പോട്ടിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും പൂവൊക്കെ ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടത്തി കുറേ ചട്ടികളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഇനി ഒന്ന് മുറ്റവും കൂടെ തൂക്കാമെന്ന് വിചാരിച്ചു, കാരണം മഴയുള്ള കാരണം എപ്പോഴും ഒന്നും അടിച്ചു വരാൻ പറ്റുന്നില്ല. അപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് മുറ്റം കൂടെയൊക്കെ ഒന്ന് അടിച്ചു വരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എൻ്റെ ചെടിയുടെ പരിപാടികളൊക്കെ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഞാൻ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.